മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ശരിക്കും ഈ മലപ്പുറം നമ്മൾ ജനിച്ചത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാല് ഞങ്ങള് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോ മലപ്പുറം ഭാഷ പറഞ്ഞു വരുമ്പോ ആൾക്കാര് ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മലപ്പുറത്തിലെ ഓൺ വോയിസ് ആയിട്ട് അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോ. പിന്നെ ആൾക്കാർക്ക് ഞങ്ങളെ വോയിസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, നമ്മളെ സംസാരം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഗൾഫിൽ നിന്നൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. കാരണം അവിടെ പുറത്തൊക്കെ ആൾക്കാരെ കളിയാക്കിയിരുന്നു, മലപ്പുറംകാരെ അറിയുമ്പോൾ ഈ ഭാഷനെ കളിയാക്കിയിരുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ മാറിയിട്ട് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എന്നുള്ളൊരു ഇത് വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരു മലപ്പുറംകാരൻ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷമായി തുടങ്ങി. ഞങ്ങൾ മലപ്പുറം ടൗണിൽ അല്ലെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഞങ്ങള് പെരിന്തമണ്ണ എന്നുള്ളൊരു പാലക്കാട് ജില്ലയുടെ തൊട്ടടുത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ശരിക്ക് മുനീർ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ഫാറൂഖ് പെരിന്തൽമണ്ണ, ആ ഒരു രീതിയിലാണ് ഇടേണ്ടത്. കാരണം ഞങ്ങളെ സിറ്റി പെരിന്തൽമണ്ണയാണ്, ഇവിടുന്ന് 20 കിലോമീറ്റർ പോകണം മലപ്പുറത്തേക്ക്. അപ്പൊ ആൾക്കാർ വിചാരം ഞങ്ങളെ സ്ഥലം മലപ്പുറമാണ്, ഞങ്ങൾ ആ ജില്ലനെയാണ് ഏറ്റെടുത്തിട്ട് പിടിക്കാൻ നോക്കിയത്. അപ്പൊ ആ ഒരു ജില്ലന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഞങ്ങൾക്ക് മൊത്തത്തിലാണ് സപ്പോർട്ട് കിട്ടിയത്. പക്ഷെ നിങ്ങള് കേവലം മലപ്പുറംകാര് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഭയങ്കര അല്ലേ, ശരിക്കും എനിക്ക് എവിടെയൊക്കെ വരെ ഫാൻസ് ഉണ്ട്, ഇന്ത്യ മാത്രല്ല അല്ലേ. ആദ്യം മലപ്പുറം ജില്ലയിൽ കൂടി ഇങ്ങനെ കറങ്ങി. അപ്പൊ മലപ്പുറംകാരാണ് ഞങ്ങളെ പൊക്കി എടുത്ത് മോളിക്ക ആക്കി തന്നത്. പിന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടത്, അറിയാൻ തുടങ്ങി. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങളെ ജില്ലയിൽ. അതെ, ഭയങ്കര സ്നേഹമുള്ള ആളുകളാ ശരിക്കും. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്, ഞങ്ങൾ ഒട്ടും സ്നേഹത്തിൽ പുറകൊന്നുമല്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമാണ് ഞങ്ങളെക്കാളും കുറച്ച് കൂടുതലാണ് തോന്നുന്നു. എത്രയൊന്നുമില്ല, ഉള്ളൂ. അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാലേ കമന്റിലും അറിയാം ആൾക്കാരെ മലപ്പുറം തുടങ്ങി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ടോ പെരിന്തൽമണ്ണ എന്താ വെക്കാനേന്ന് ചോദിച്ചിനോ? അതായത് ഞങ്ങൾ ഫസ്റ്റ് വീട് ഇട്ട് തുടങ്ങുമ്പോ മലപ്പുറം എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഞങ്ങളെ അറിയപ്പെട്ടത് ഇപ്പൊ ഫാറൂഖ് മലപ്പുറം, മുനീർ മലപ്പുറം, അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോ പെരിന്തൽമണ്ണ വലിയൊരു സിറ്റി, കുഴപ്പമില്ലാത്ത സിറ്റി ആണ്, പക്ഷെ വലിയൊരു സിറ്റി എന്ന് അറിയപ്പെടുന്നത് മലപ്പുറമാണ്. പിന്നെ ഈ ഭാഷയും മലപ്പുറം അല്ലേ വരുന്നത്. അപ്പൊ എല്ലാരും മലപ്പുറം എന്നുള്ളത് പറയുന്നോണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കോള് വന്ന കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ ആ ഭാഷ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പിന്നെ മലപ്പുറം തന്നെ വെക്കാം. എറണാകുളത്തിലെ ആൾക്കാർക്ക് ചിലപ്പോ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലോ, അറിയില്ല. അപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തായാലും അറിയുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മലപ്പുറം എന്നുള്ളത് വെച്ചത്. പിന്നെ മലപ്പുറം ഭാഷ വെച്ചിട്ടാണല്ലോ ഞങ്ങൾ കളിക്കണേ. അപ്പൊ പിന്നെ മലപ്പുറം ഞാൻ പറയട്ടെ, ഈ ഒരു സോഷ്യൽ മീഡിയ വേണ്ടി വന്ന് നമ്മുടെ മലപ്പുറം ഭാഷയൊക്കെ എത്ര അടിപൊളിയാണെന്നുള്ളത് മനസ്സിലാക്കി തരാം. പണ്ടൊക്കെ സിനിമാക്കാരൊക്കെ ആകെ കോളാക്കിയിട്ടാ ചെയ്തത്, സംഭവമായിരുന്നത്. അവർ യഥാർത്ഥ മലപ്പുറം ഭാഷ അവര് ചെയ്തിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് സുഡാനി ഫ്രം നൈജീരിയ, ആ ഒരു മോഡൽ, അതൊക്കെയാണ് ഒറിജിനൽ ഭാഷ.